ഹായ് ഡിയേഴ്സ്, വെൽക്കം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8th സ്റ്റാൻഡേർഡിലെ 5th യൂണിറ്റിലെ ഫസ്റ്റ് ചാപ്റ്റർ ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന ഒരു സ്റ്റോറിയാണ്. ദ സ്റ്റോറി ഈസ് റിട്ടൺ ബൈ E.V. ലൂക്കാസ്. ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറഞ്ഞാൽ സിമ്പതി, ഒരു ദയ, അനുകമ്പ, അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഒരു സ്കൂളിൻ്റെ പേരാണ് ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്നത്. The writer had heard a lot about Miss Beam's School for Sympathy. മിസ് ബീമിൻ്റെ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന സ്കൂളിനെ പറ്റിയിട്ട് നമ്മുടെ റൈറ്റർ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മുടെ റൈറ്റർ ഈ സ്കൂൾ വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു തരുന്ന ഒരു കഥയാണ് ഈ സ്റ്റോറി. നമ്മുടെ റൈറ്റർ E.V. ലൂക്കാസ് ആണ് ഈ സ്റ്റോറി നമുക്ക് പറഞ്ഞു തരുന്നത്. വൺ ഡേ ഹി ഗോട്ട് ദ ചാൻസ് ടു വിസിറ്റ് ഇറ്റ്. ഒരിക്കൽ നമ്മുടെ നരേറ്റർ ആയിട്ടുള്ള E.V. ലൂക്കാസിന് ദ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന മിസ് ബീമിൻ്റെ സ്കൂള് വിസിറ്റ് ചെയ്യാനൊരു അവസരം കിട്ടി. ഹി സോ എ 12-year-old ഗേൾ. അപ്പോൾ നമ്മുടെ നരേറ്റർ ആ സ്കൂളിലോട്ട് പോയ നേരത്ത് ഒരു 12 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ടു. എങ്ങനെയായിരുന്നു? ഹൂസ് ഐസ് വേർ കവേർഡ് വിത്ത് എ ബാൻഡേജ്. അവളുടെ കണ്ണുകൾ ഒരു ബാൻഡേജ് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്, മൂടി കെട്ടിയിട്ടുണ്ട്. ആൻഡ് an 8-year-old boy was leading her carefully between the flower beds. അവളെ കണ്ണ് മൂടി കെട്ടിയിട്ടുണ്ട്, അവൾക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ അവളെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അവളെ ലീഡ് ചെയ്യുന്നത് 8 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു ആൺകുട്ടിയാണ്. ദ ഓദർ മെറ്റ് മിസ് ബീം. ഓദർ പിന്നീട് നമ്മുടെ സ്കൂൾ ഫോർ സിമ്പതി എന്ന് പറയുന്ന സ്കൂളിൻ്റെ ഓണറായിട്ടുള്ള മിസ് ബീമിനെ കാണുകയാണ്. ഷീ വാസ് എ മിഡിൽ ഏജ്ഡ്. മിസ് ബീം ഒരു സ്ത്രീയാണ്. അവൾ എങ്ങനെയാണ്? മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരാളാണ്. കൈൻഡ്ലി, വളരെ ദയുള്ള ആളാണ്. ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ലേഡി, അതുപോലെ തന്നെ മനസ്സിലാക്കാനും ഒക്കെ കഴിവുള്ള ഒരാളാണ്. ഹി ആസ്ക്ഡ് ഹെർ ക്വസ്റ്റ്യൻസ് അബൌട്ട് ഹെർ വേ ഓഫ് ടീച്ചിങ്. അപ്പോൾ നമ്മുടെ നരേറ്റർ അവളുടെ ആ ഒരു സ്കൂളിൽ പഠിപ്പിക്കുന്ന രീതിയൊക്കെ എങ്ങനെയാണെന്ന് ചോദിക്കുന്നു. ഷീ ടോൾഡ് ഹിം ദാറ്റ് ദ ടീച്ചിങ് മെത്തേഡ്സ് ഇൻ ഹെർ സ്കൂൾ വെർ വെരി സിമ്പിൾ. അപ്പോൾ മിസ് ബീം മറുപടി പറയാണ്, അവരുടെ സ്കൂളിലെ ടീച്ചിങ് മെത്തേഡ്സ്, പഠിപ്പിക്കുന്ന രീതിയൊക്കെ ഭയങ്കര സിമ്പിളാണ്. ദ സ്റ്റുഡൻസ് വേർ ടോട്ട് സ്പെല്ലിംഗ്. സ്റ്റുഡൻസിന് എന്തൊക്കെയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്? സ്പെല്ലിങ്സ്, അരിത്മെറ്റിക് എന്ന് പറഞ്ഞാൽ നമ്മുടെ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അങ്ങനത്തെയൊക്കെ അല്ലേ, കൂട്ടാനും കുറക്കാനും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യാനൊക്കെയാണ് പഠിപ്പിക്കുന്നത്. ആൻഡ് റൈറ്റിംഗ്, അതുപോലെ തന്നെ റൈറ്റിംഗ്, എഴുതാനും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഈ സ്കൂളുകളിൽ പഠിപ്പിക്കുന്നത്. Miss Beam told him that the real aim of her school was to make the students thoughtful. മിസ് ബീം നമ്മുടെ നരേറ്ററിന് പറഞ്ഞു കൊടുക്കുകയാണ്, അവളുടെ ഈ സ്കൂളിൻ്റെ റിയൽ എയിം, യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് ടു മേക്ക് സ്റ്റുഡൻസ് തോട്ട്ഫുൾ, കുട്ടികളെ ചിന്തിക്കാൻ പഠിപ്പിക്കുക എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവരെ പറ്റിയിട്ടും നമ്മൾ ചിന്തിക്കണം എന്നുള്ളൊരു തോട്ട് അവരിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ സ്കൂളിൻ്റെ ഒരു എയിം. ഷീ വാണ്ടഡ് ടു മേക്ക് ദം ഹെൽപ്ഫുൾ ആൻഡ് സിമ്പത്തറ്റിക് സിറ്റിസൻസ്. മിസ് ബീമിന് ഈ കുട്ടികളെ മറ്റുള്ളവരെ സഹായിക്കുന്ന കുട്ടികളായിട്ടും അതുപോലെ തന്നെ അവരോട് ഒരു സിമ്പതി, ഒരു ദയ, അനുകമ്പയൊക്കെ തോന്നിക്കുന്ന കുട്ടികളായിട്ട് മാറ്റുകയും ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ദ ഓദർ ലുക്ക്ഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അങ്ങനെ നമ്മുടെ ഓദർ ജനലിൻ്റെ ഉള്ളിലൂടെ പുറത്തോട്ട് നോക്കുകയാണ്. ഹി സോ എ ലാർജ് ഗാർഡൻ. നോക്കുന്ന സമയത്ത് ഒരു വലിയ ഗാർഡൻ, ഒരു പൂന്തോട്ടം കാണുന്നുണ്ട്. എൻ്റെ പ്ലേ ഗ്രൗണ്ട്, അതിൻ്റെ അപ്പുറത്തായിട്ടൊരു പ്ലേ ഗ്രൗണ്ട്, ഒരു കളിക്കുന്ന സ്ഥലം, മൈതാനവും കാണുന്നുണ്ട്. മെനി ചിൽഡ്രൻ വേർ പ്ലേയിങ് ദേർ. അവിടെ ഒരുപാട് കുട്ടികൾ കളിക്കുന്നുണ്ട്. ഹി ടോൾഡ് മിസ് ബീം ദാറ്റ് ഹി ഫെൽറ്റ് സോറി ഫോർ ദ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ്. അപ്പോൾ ആ ജനലിലൂടെ പുറത്തോട്ട് നോക്കുന്ന സമയത്ത് ഒരുപാട് കുട്ടികൾ അവിടെ കളിക്കുന്നുണ്ടല്ലേ, അവരാരും ആക്റ്റീവുമല്ല, ഹെൽത്തിയുമല്ല. അതായത് അവരെല്ലാവരും ഹാൻഡിക്യാപ്ഡ് ആണ്. ഹാൻഡിക്യാപ്ഡ് എന്ന് പറഞ്ഞാൽ വികലാംഗയാണ്. അപ്പം അത് കാണുന്ന സമയത്ത് നരേറ്ററിന് ഒരു പാവം തോന്നുന്നുണ്ട്. അപ്പം അങ്ങനെ തോന്നുന്നുണ്ട് എന്ന് പറയുകയാണ്. മിസ് ബീം ലാഫ്ഡ് അറ്റ് ഇറ്റ്. അപ്പം അത് പറഞ്ഞ സമയത്ത് മിസ് ബീം ചിരിച്ചു. ഷീ എക്സ്പ്ലെയിൻഡ് ടു ഹിം ദാറ്റ് ദേ വർ നോട്ട് ഹാൻഡിക്യാപ്ഡ്. അപ്പം മിസ് ബീം പറയുന്ന മറുപടിയാണ്, അവരൊന്നും ഹാൻഡിക്യാപ്ഡ്, വികലാംഗയല്ല, അല്ലെങ്കിൽ ഹെൽത്തി അല്ലാത്ത കുട്ടികളൊന്നുമല്ല, അവരൊക്കെ ഹെൽത്തിയാണ്. ഇറ്റ് വാസ് ദ ബ്ലൈൻഡ് ഡേ ഫോർ എ വൈൽ, ഫോർ സം ഇറ്റ് വാസ് ദ ഡെഫ് ഡേ. ആ ദിവസം എന്ന് പറയുന്നത് ചില കുട്ടികൾക്ക് ബ്ലൈൻഡ് ഡേ, കണ്ണ് കാണാതിരിക്കുന്ന ദിവസമാണ്. ആൻഡ് ഫോർ സം ഇറ്റ് വാസ് ഡെഫ് ഡേ, മറ്റു ചിലർക്കോ അത് ചെവി കേൾക്കാൻ പറ്റാത്ത ദിവസമാണ്. ദർ വർ സ്റ്റിൽ അതേഴ്സ് ഫോർ ഹൂം ഇറ്റ് വാസ് എ ലെയിം ഡേ. അവിടെ മറ്റു ചിലരുമുണ്ട്, അവർക്ക് എന്താണ് ആ ദിവസം ലെയിം ഡേ.
അവരന്ന് മുടന്ത് ആയിട്ട് നടക്കണം, അതായത് വികലാംഗയായിട്ട് നടക്കണം. ദെൻ ഷീ എക്സ്പ്ലെയിൻ ദ സിസ്റ്റം. പിന്നീട് അവർ ആ ഒരു സിസ്റ്റം, ആ ഒരു സംഭവത്തെ പറ്റിയിട്ട് നമ്മുടെ നരേറ്ററിന് പറഞ്ഞു കൊടുക്കുകയാണ്. ടു മേക്ക് ദ സ്റ്റുഡൻസ് അണ്ടർസ്റ്റാൻഡ് മിസ് ഫോർച്യൂൺ. കുട്ടികൾക്ക് ഈ മിസ് ഫോർച്യൂൺ, നമ്മുടെ ചുറ്റും ഒരുപാട് ഇങ്ങനത്തെ ആളുകളുണ്ടല്ലേ, ഹാൻഡിക്യാപ്ഡ് ആയിട്ടും അതുപോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ടും ഡെഫ് ആയിട്ടും ഒക്കെ ഉള്ള ആളുകൾ. അപ്പോൾ ഈ കുട്ടികൾക്ക് അവരെ പറ്റി മനസ്സിലാക്കി കൊടുക്കാൻ ദേ വേർ മെയ്ഡ് ടു ഹാവ് എക്സ്പീരിയൻസസ് ഓഫ് മിസ് ഫോർച്യൂൺ. അവരെയും ഇതുപോലെ തന്നെ ആ ഒരു അനുഭവം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കൊടുക്കുന്നത്. അതായത് അവരും ഈ ബ്ലൈൻഡ് ആയിട്ടുള്ളവരുടെയും ഡെഫ് ആയിട്ടുള്ള ആളുകളുടെയും അതുപോലെ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളുടെ ഒക്കെ ഒരു എക്സ്പീരിയൻസ് അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അവരെയും ഇങ്ങനെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുന്നത് എന്ന് പറയാണ്. അവർ ശരിക്കും ഇങ്ങനെയുള്ള ആളുകളല്ല, അവരെല്ലാവരും ഹെൽത്തി ആയിട്ടുള്ള സ്റ്റുഡൻസ് ആണ്. പക്ഷെ അവരെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ചെയ്യിപ്പിക്കുകയാണ് ഇവർ. ഇൻ ദ ടേം എവറി ചൈൽഡ് ഹാഡ് വൺ ബ്ലൈൻഡ് ഡേ. ഈ ഒരു അവസ്ഥയിൽ ഓരോ കുട്ടിക്കും ഒരു ബ്ലൈൻഡ് ഡേ ഉണ്ടാകും, കണ്ണ് കാണാൻ പറ്റാത്തൊരു ദിവസം ഉണ്ടാവും. വൺ ലെയിം ഡേ, ഒരു മുടന്ത് ദിവസം ഉണ്ടാവും. വൺ ഡെഫ് ഡേ, ഒരു ചെവി കേൾക്കാൻ പറ്റാത്തൊരു ദിവസം ഉണ്ടാവും. ആൻഡ് വൺ ഡംബ് ഡേ, ഒരു സംസാരിക്കാൻ പറ്റാത്തൊരു ദിവസവും ഉണ്ടാവും. ഓൺ എ ബ്ലൈൻഡ് ഡേ, ആ കണ്ണ് കാണാൻ പറ്റാത്ത ദിവസങ്ങളിൽ ദെയർ ഐസ് വെർ ബാൻഡേജ്ഡ്, അവരുടെ കണ്ണുകൾ മൂടിക്കെട്ടും. അതാണ് നമ്മുടെ ഓദർ ഈ സ്കൂളിലോട്ട് കയറി വന്ന സമയത്ത് ഒരു കുട്ടിയെ കാണുന്നില്ലേ കണ്ണ് കെട്ടിയിട്ട്, അത് അങ്ങനെ ബ്ലൈൻഡ് ഡേ ആയിരുന്നു അന്ന് അവൾക്ക്. ദേ ഡിഡ് എവറിത്തിങ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് അതർ ചിൽഡ്രൻ. അവർ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് മറ്റുള്ള കുട്ടികളുടെ ഹെൽപ്പ്, സഹായത്തോട് കൂടിയിട്ടാണ്. ഇറ്റ് വാസ് എഡ്യൂക്കേറ്റീവ് ടു ബോത്ത് ദ ബ്ലൈൻഡ് ആൻഡ് ദ ഹെൽപ്പേഴ്സ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അത് രണ്ടുപേർക്കും എഡ്യൂക്കേറ്റീവ്, ഒരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. സഹായിക്കുന്നയാൾക്കും അത് എക്സ്പീരിയൻസ് ചെയ്യുന്നയാൾക്കും ഇതൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കാര്യമാണ്. മിസ് ബീം ഇൻട്രൊഡ്യൂസ് ദ ഓദർ ടു എ ഗേൾ ഹൂസ് ഐസ് വെർ ബാൻഡേജ്ഡ്. പിന്നീട് മിസ് ബീം നമ്മുടെ ഈ ഓദറിനെ ഒരു കണ്ണ് മൂടി കെട്ടിയിട്ടുള്ള ഒരു കുട്ടിക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയാണ്. ഇൻട്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ പരിചയപ്പെടുത്തി കൊടുത്തു. ദ ഓദർ ആസ്ക്ഡ് ഹെർ ഇഫ് ഷീ എവർ പീപ്ഡ്. അപ്പോൾ ഈ പെൺകുട്ടിയെ പരിചയപ്പെടുന്ന സമയത്ത് നമ്മുടെ ഓദർ നരേറ്റർ ഫസ്റ്റ് ചോദിക്കുന്ന കാര്യം എന്താണ്? ഇഫ് ഷീ എവർ പീപ്ഡ്, അവൾ ഒരിക്കലെങ്കിലും ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടോ, ആ ഒരു ബാൻഡേജ് പൊക്കി നോക്കിയിട്ടുണ്ടോ എന്ന് ചോദിക്കാണ്. ഷീ ടോൾഡ് ഹിം ദാറ്റ് ഇറ്റ് വുഡ് ബി ചീറ്റിംഗ്. അപ്പോൾ അവൾ പറയാണ് അവൾ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല, ഇനി ചെയ്താൽ തന്നെ അതെന്താണ്, ചീറ്റിംഗ് ആണ്, അതൊരു ചതിയാണ്. അവർക്കൊരു റൂളുണ്ട്, ഇങ്ങനെ ബ്ലൈൻഡ് ഡേ ആയിരിക്കുന്ന സമയത്ത് അവരൊരിക്കലും പീപ്പ് ചെയ്യരുത്, ഒളിഞ്ഞു നോക്കരുത് എന്നുള്ളൊരു റൂളുണ്ട്. അപ്പോൾ അത് തെറ്റിച്ചാൽ അതൊരു ചീറ്റിംഗ് അല്ലേ എന്നവൾ മറുപടി കൊടുക്കുകയാണ്. ഷീ ഓൾസോ ടോൾഡ് ദ ഓദർ ദാറ്റ് ഷീ ഹാഡ് നോ ഐഡിയ ഓഫ് ദ ഡിഫിക്കൽട്ടീസ് ഓഫ് ദ ബ്ലൈൻഡ്. പിന്നെ അവൾ പറയാണ് കണ്ണ് കാണാൻ പറ്റാതിരിക്കുന്നതാണ് ഇത്ര ഡിഫിക്കൽട്ട്, ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അതിനു മുന്നേ അവൾക്ക് ഇതൊന്നും അറിയില്ലായിരുന്നു. അവൾ ആ കാര്യം എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് അവൾക്ക് അതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലായത് എന്ന് പറയാണ്. ദ ഓദർ വാക്ക്ഡ് വിത്ത് ദ ഗേൾ ലീഡിങ് ഹെർ ടു ദ പ്ലേ ഗ്രൗണ്ട്. പിന്നീട് നമ്മുടെ നരേറ്റർ ഈ പെൺകുട്ടിയെയും കൊണ്ട് പ്ലേ ഗ്രൗണ്ട്, കളിക്കുന്ന സ്ഥലത്തോട്ട് ഇങ്ങനെ നടന്ന് നീങ്ങാണ്. ഷീ ടോൾഡ് ഹിം ദാറ്റ് ദ ബ്ലൈൻഡ് ഡേ വാസ് ദ വേഴ്സ്റ്റ്. അവൾക്ക് ഏറ്റവും വേഴ്സ്റ്റ്, മോശപ്പെട്ട ഒരു ദിവസം ബ്ലൈൻഡ് ഡേ ആണ് എന്നവൾ നമ്മുടെ ഓദറിനോട് പറയാണ്. ദ ഓദർ ഡിസ്ക്രൈബ് ദ സറൗണ്ടിങ്സ് ടു ഹെർ. അപ്പോൾ നമ്മുടെ ഓദർ ചുറ്റുപാടുള്ള കാര്യങ്ങളൊക്കെ അവൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുകയാണ്. അവൾക്ക് കാണാൻ പറ്റില്ലല്ലോ, അപ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഹീ ഫെൽറ്റ് ദാറ്റ് ആസ് എ ഗൈഡ് ടു ദ ബ്ലൈൻഡ്. അപ്പോൾ നമ്മുടെ ഓദർക്ക് തോന്നുകയാണ് ഇങ്ങനെ കണ്ണ് കാണാൻ പറ്റാത്തവർക്ക് ഒരു ഗൈഡ്, ഒരു അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് വൺ ഹാഡ് ടു ബി തോട്ട്ഫുൾ. ആ അസിസ്റ്റൻസ് ആയിട്ട് നിൽക്കുന്നയാൾക്ക് തോട്ട്ഫുൾ, ചിന്തിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. അല്ലെങ്കിൽ അയാൾക്ക് ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങൾ അവളെ അസിസ്റ്റൻസ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ അവൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിവുള്ള ഒരാളായിരിക്കണം എന്ന് മനസ്സിലാക്കുകയാണ്. ഹി വാസ് ഫുൾ ഓഫ് പ്രൈസ് ഫോർ മിസ് ബീംസ് സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് മിസ് ബീമിൻ്റെ ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനോട് ഇയാൾക്ക് ഭയങ്കര ഇഷ്ടമാവാണ്. എന്നിട്ട് അതിനെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട്. പ്രൈസ് എന്ന് പറഞ്ഞാൽ പുകഴ്ത്തുക. വിച്ച് മെയ്ഡ് ദ സ്റ്റുഡൻറ്റ് സിമ്പത്തറ്റിക് ആൻഡ് കൈൻഡ്. ഈ ഒരു സിസ്റ്റത്തിലൂടെ കുട്ടികളെ സിമ്പത്തറ്റിക്, മറ്റുള്ളവരോട് ഒരു അനുകമ്പ തോന്നിക്കാനും കൈൻഡ്, ദയ കാണിക്കാനും ഒക്കെ പരിശീലിപ്പിക്കുകയല്ലേ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തോട് നമ്മുടെ ഓദറിന് ഒരുപാട് ഇഷ്ടമാവാണ്. ആൻഡ് അത് ഒരുപാട് പുകഴ്ത്തുന്നുമുണ്ട്. ദ റൈറ്റർ ഹിംസെൽഫ് ഹാഡ് ബിക്കം 10 times മോർ തോട്ട്ഫുൾ. നമ്മുടെ ഈ ഒരു റൈറ്റർ തന്നെ സാധാരണ ചിന്തിക്കുന്നതിനേക്കാൾ 10 times മോർ, ഒരു 10 പ്രാവശ്യം കൂടുതൽ ചിന്തിച്ചു എന്ന് പറയാണ്. The lesson gives the idea of the role of school education in our life.
ഈ ചാപ്റ്ററിലൂടെ കൺവേ ചെയ്യുന്ന ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ സ്കൂൾ എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസത്തിന്റെ ഒരു റോളാണ് കാണിച്ചു തരുന്നത്. വിദ്യാഭ്യാസത്തിലൂടെയാണല്ലോ നമ്മൾ അറിവൊക്കെ നേടുന്നത്. അപ്പോൾ അത് എങ്ങനെയാണ് നേടുന്നതെന്നും അതിലെ എക്സ്പീരിയൻസും ആണ് ഈ ഒരു ചാപ്റ്ററിലൂടെ കാണിച്ചു തരുന്നത്. മിസ് ബീം വാസ് റണ്ണിങ് എ സ്കൂൾ. മിസ് ബീം എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു സ്കൂൾ നടത്തിക്കൊണ്ടു പോകുന്നുണ്ട്. റണ്ണിങ് എന്ന് പറഞ്ഞാൽ നടത്തിക്കൊണ്ടു പോവുക. ദ നെയിം ഓഫ് ഹെർ സ്കൂൾ വാസ് ദ സ്കൂൾ ഫോർ സിമ്പതി. അവളുടെ ആ സ്കൂളിന്റെ പേരാണ് സ്കൂൾ ഫോർ സിമ്പതി. ഇറ്റ് വാസ് ഡിഫറെന്റ് ഫ്രം അതർ സ്കൂൾസ്. അത് സാധാരണ നമ്മൾ കാണുന്ന സ്കൂളുകളെക്കാളും വ്യത്യസ്തമാണല്ലേ. നമ്മൾ പോകുന്ന സ്കൂളൊക്കെ ആയിട്ട് ഇത് വ്യത്യസ്തമല്ലേ. ദ റിയൽ എയിം ഓഫ് ഹെർ സ്കൂൾ വാസ് ടു മേക്ക് ചിൽഡ്രൻ കൈൻഡ് ആൻഡ് തോട്ട്ഫുൾ. അവളുടെ ഈ ഒരു സ്കൂളിന്റെ റിയൽ എയിം, യഥാർത്ഥ ലക്ഷ്യം എന്ന് പറയുന്നത് കുട്ടികളെ കൈൻഡ്, ദയുള്ളവരാക്കുകയും തോട്ട്ഫുൾ, ചിന്തിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ പറയുന്ന ഒരു കാര്യം ഇത് തന്നെയാണല്ലേ. മറ്റുള്ളവരുടെ വിഷമങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ ഒരു ദിവസം നമ്മളും അതുപോലെ ഒന്ന് അനുഭവിക്കണം, എന്നാലേ നമുക്ക് അതിൻ്റെ ഒരു ആഴം മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ കുട്ടികളെ ഒരു ദിവസം ബ്ലൈൻഡായിട്ടും ഒരു ദിവസം ഡെഫായിട്ടും ഡംബായിട്ടും ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യിക്കുന്നത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.